ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധി ഒരു സ്വാമിയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ സുധിക്ക് എവിടൊന്നും പൈസ കിട്ടുന്നില്ല. സുധിക്ക് എങ്ങനെയെങ്കിലും കാനഡയിൽ പോകണം. വീട്ടിൽ കുറേ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയല്ലോ നമ്മുടെ ചന്ദ്ര. ഒരിക്കലും വീട് പണയം വെച്ച് പൈസ കൊടുക്കൂലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, പാർക്കിൽ പരിചയപ്പെട്ട കൂട്ടുകാരൻ്റെ നിർദ്ദേശപ്രകാരം കൂട്ടുകാരനുമായിട്ട് ഒരു സ്വാമിജീനെ കാണാൻ പോവുകയാണ് നമ്മുടെ സുധി. അങ്ങനെ സ്വാമിജീനെ ചെന്ന് കണ്ടു. സ്വാമിജി ധ്യാനത്തിലായിരുന്നു. ക്ഷമിക്കാനൊന്നും ഉള്ള ഒരു മനസ്സില്ല. അതിനു മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അപ്പോൾ സ്വാമിജി കണ്ണു തുറക്കാനൊക്കെ പറയുന്നുണ്ട്. ഏതായാലും സ്വാമിജി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കണ്ണ് തുറക്കുന്നില്ല. അത് കഴിഞ്ഞ് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, സ്വാമിജീനെ കണ്ട ഉടനെ തന്നെ അങ്ങോട്ടേക്ക് കുറേ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുകയാണ്. കാരണം സ്വാമിജിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണല്ലോ സുധിയുടെ കൂട്ടുകാരൻ പറഞ്ഞത്. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ, ഉപകാരമായിട്ടുണ്ടോ, അവർക്ക് തെളിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും കൂടെ നിന്ന് കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ പൊന്നു സുധി, നീ ഒന്നും മിണ്ടാതിരിക്കുക. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചിലയ്ക്കുന്നത്? ഇങ്ങനെ കിടന്ന് ചിലയ്ക്കരുതേ. നീ എന്താ സ്വാമിജിനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണോ എന്ന് ചോദിക്കാം. അപ്പോഴേക്കും സ്വാമിജി പറഞ്ഞു, ചോദിക്കാതെ തന്നെ ഇങ്ങോട്ടേക്ക് പറയാണ്, തനിക്ക് ഒരു ജോലിയാണ് അത്യാവശ്യം. പക്ഷേ തനിക്ക് ജോലി കിട്ടുന്നില്ല. അതുപോലെ തനിക്ക് വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോകണം. അതിന് തൻ്റെ കൈ പൈസയില്ല. സ്വാമിജിക്ക് ഇതെല്ലാം മനസ്സിലായത് എങ്ങനെയാ? അയ്യോ, ദേ നോക്കിക്കേടാ, എടാ സ്വാമിജിക്ക് എല്ലാം പിടികിട്ടിയിടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു, അതാണ് സ്വാമിജിയുടെ ട്രിക്ക്. സ്വാമിജിക്കെല്ലാം മനസ്സിലാകുന്നേ. സ്വാമിജി എന്ത് വിചാരിക്കുന്നുവോ അതൊക്കെ നടക്കും. ദൈവത്തിന്റെ സ്ഥാനത്താ. അപ്പൊ സ്വാമിജി പറഞ്ഞു, അതെ, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തൊക്കെയാണ്. ദൈവം എന്നിലൂടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ദൈവം എന്നിലൂടെ ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നു. അതാണ് ഞാൻ. ഏതായാലും തനിക്ക് ജോലി വേണം അല്ലേ? അതെ അതെ സ്വാമിജി, എനിക്ക് ജോലി വേണം. എനിക്ക് ജോലി കിട്ടണം. ഇല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് പുല്ലു വിലയാ. അല്ല, തനിക്കെന്താ പിന്നെ ജോലി കിട്ടാത്തത് എന്ന് ഞാൻ പറയട്ടെ? സ്വാമിജി പറ, എനിക്കെന്താ ജോലി കിട്ടാത്തത്? തൻ്റെ ഈ നാക്കാണോ തനിക്ക് ജോലി കിട്ടാത്ത ഏറ്റവും പ്രധാനമായ കാര്യത്തിലൊന്ന്. തൻ്റെ ഈ നാക്ക് മുറിച്ചു കഴിഞ്ഞാൽ തനിക്ക് ജോലി കിട്ടും. അയ്യോ സ്വാമിജി, എന്താ ഈ പറയുന്നത്? എൻ്റെ നാക്ക് മുറിച്ചു കളയാനോ? തൻ്റെ നാക്കാണല്ലോ തനിക്ക് വീണ വരുത്തി വെക്കുന്നത്. താൻ എവിടെ ചെന്നാലും തൻ്റെ നാക്ക് അടങ്ങിയിരിക്കത്തില്ല. തൻ്റെ ഈ നാക്കിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കുറേയേറെയുണ്ട്. ആരൊരു പഠിപ്പിസ്റ്റൊക്കെ ആയിരിക്കാം. പക്ഷേ പഠിച്ചാൽ മാത്രം പോരല്ലോ ഈ കാലത്ത് ജോലി കിട്ടാന്. തലയ്ക്കകത്തെ ആൾതാമസം വേണം. നമുക്ക് എന്ത് ജോലിയും ചെയ്യുവാനുള്ള കഴിവ് വേണം. അതിനുള്ള മനസ്സ് വേണം. ഏതായാലും ഞാനൊരു പരിഹാര മാർഗം കാണുന്നുണ്ട്. ഓം ക്രീം ക്രൂം ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കൈയൊക്കെ വെച്ചു കേട്ടോ. കൈക്ക് വെച്ചിട്ട് കുറച്ച് ഭസ്മൊക്കെ എടുത്തിട്ട് നമ്മുടെ സുധിയുടെ മേത്തേക്ക് ഒറ്റയേറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പിച്ച എടുക്കണം. പിച്ച എടുക്കണമെന്നോ? എന്താ സ്വാമിജി പറയുന്നത്? അതേനെ, പിച്ച എടുക്കണം. പിച്ച എടുക്കലാണ് പരിഹാര മാർഗം. അതെ, നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ തരണം ചെയ്തു പോകാൻ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതുമാത്രമല്ല, പിച്ച എടുക്കുന്നത് അത് ഒരു പരിഹാര മാർഗം തന്നെയാണല്ലോ. താൻ പിച്ച എടുക്കുക. അതും വെറുതെ അല്ല, പിച്ചക്കാരുടെ വേഷത്തിൽ തന്നെ പിച്ച എടുക്കണം. അതുപോലെ തന്നെ ഒരാഹാരവും കഴിക്കാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ വെറുതെ ഇരുന്ന് പിച്ചെടുത്താൽ പോരാ. അമ്മേ തായേ വല്ലോം തരണേ എന്ന് പറഞ്ഞ് പിച്ചക്കാരുടെ സ്വരമില്ലേ, ആ സ്വരത്തിൽ തന്നെ പിച്ചെടുക്കണം. അതുമാത്രമല്ല, ഞാൻ പറയുന്ന അമ്പലത്തിൽ പോയി പിച്ചെടുക്കണം. ഇത് കേട്ടപ്പോഴത്തേക്കും സുധി, അയ്യോ പിച്ചെടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പിച്ചെടുക്കാൻ തന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ തനിക്ക് ജോലിയും കിട്ടത്തില്ല. താൻ എന്നും ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പരിഹാര മാർഗം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ഞാൻ പറയുന്ന അമ്പലത്തിൽ പോയി പിച്ച എടുക്കുക. പിന്നെ നമുക്ക് ഏതെങ്കിലും ദൂരെ യാത്ര ഒക്കെ പോകണമെങ്കിൽ ഈ പൈസ കൊടുക്കണ്ടേ അതിർത്തിയിലൊക്കെ, കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ വിമാനത്തിൽ കയറി നിങ്ങൾക്ക് പോകണമെങ്കിലും ടിക്കറ്റ് എടുക്കണ്ടേ? അതിനും പല പല
റൂൾസൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെ ഒരു റൂൾസാണ്. തനിക്ക് ജോലി കിട്ടണമെങ്കിൽ പിച്ച എടുക്കണം. ആ ഒരു റൂൾസായിട്ട് താനിനെ കണ്ടാൽ മതിയിടോ. ഈ വലിയ വലിയ വണ്ടികൾ ലോഡ് കടത്തിക്കൊണ്ട് പോകുമ്പോഴും പൈസ കൊടുക്കണം. അതുപോലെ ഒരു വലിയ വണ്ടിയാണെന്ന് താൻ കരുതിയാൽ മതി. അപ്പം താന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഈ കാര്യം ചെയ്തേ പറ്റൂ. അല്ലാതെ ആ കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പം തനിക്ക് ജോലി വേണോ? ജോലി വേണം സ്വാമിജി, എനിക്ക് ജോലി വേണം. എങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് താൻ കേക്ക്. താന് ഒരു കാര്യം ചെയ്യുക, ഞാൻ പറയുന്ന അമ്പലത്തിൽ പോയി പിച്ചை എടുക്കുക, എന്നിട്ട് താൻ വരാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രുതി മനസ്സോടെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ കൈവീശിയാ ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു, നീ എവിടെ പോവാടാ? എടാ കൊടുക്കടാ, വല്ലതും കൊടുക്കടാ, കാണിക്കായിട്ട് വല്ലതും ഇടണ്ടേ? അതിന് എൻ്റെ കയ്യിൽ 100 രൂപ ഉള്ളൂ. 100എങ്കിൽ 100 അങ്ങ് കൊടുക്കടാന്നും പറഞ്ഞത് അങ്ങ് വെപ്പിക്കുകയാണ് കേട്ടോ. 100 രൂപ നമ്മുടെ ശ്രുതിയാണോ അതോ ഇനിയിപ്പം ശ്രുതിയുടെ കൂട്ടുകാരനാണോ കൊടുത്തതെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ശ്രുതിയുടെ കയ്യിൽ ആ പൈസ ഇല്ല സത്യം പറഞ്ഞു. ഒരു 100 രൂപ ഉണ്ടെങ്കിൽ തന്നെ അത് അന്നത്തെ ചെലവിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളൂ. അതും ചിലപ്പോൾ നമ്മുടെ ശ്രുതി കൊടുത്തതോ അല്ലെങ്കിൽ സച്ചിയുടെ പോക്കറ്റെന്നോ നമ്മുടെ രവീന്ദ്രന്റെ പോക്കറ്റിനോ കട്ടെടുത്തതായിരിക്കാം. അപ്പൊ ഏതായാലും ഇങ്ങനെ നടക്കുക കൂട്ടുകാരനുമായിട്ട്. ഇനി എന്ത് ചെയ്യൂടാ, പിച്ച എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ, എനിക്ക് അറിയില്ലടാ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ? ഒരു പാത്രം എടുക്കുക, അതുപോലെ തന്നെ ഒരു വൃത്തികെട്ട വേഷം ഇടുക, മുഷിഞ്ഞ വേഷം ഇടുക. മുഷിഞ്ഞ വേഷം ഇടണമെന്ന് സ്വാമിജി പറഞ്ഞായിരുന്നേ. മുഷിഞ്ഞ വേഷം ഇടുക, പോയി അമ്പലത്തിൽ ഇരുന്നിട്ട് അമ്മേ വല്ലതും തരണേ, ഒന്നുമില്ലാത്തവനാണേ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മനസ്സലിയുന്ന രീതിയിൽ പിച്ച എടുക്കുക. അതാ ചെയ്യേണ്ടത്. അല്ല, നിനക്ക് ജോലി വേണോ? ജോലി വേണമെങ്കിൽ മാത്രം മതി. അയ്യോ എനിക്ക് ജോലി വേണം എങ്കിൽ പിന്നെ ഈ പരിപാടി ചെയ്യടാ. നിനക്ക് ജോലി കിട്ടുമെങ്കിൽ ഒരു ദിവസം പിച്ച എടുത്തെന്ന് ഓർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? ബാ, ഞാൻ നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഈ കൂട്ടുകാരൻ നമ്മുടെ സുധീരെ അമ്പലത്തിൽ കൊണ്ടുപോകാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചന്ദ്രനെയും കാണിക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിലോ എൻ്റെ പിന്നെ ഒരു സമാധാനവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് മലേഷ്യയിൽ നിന്നും കണ്ട് ഇപ്പം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഭാമേനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഭാമേ, ഇങ്ങനെയാ പ്രശ്നം. പാവം ശ്രുതിനെ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചില്ലേ. പാവം അവളുടെ അച്ഛൻ ഇപ്പം ജയിലിലോ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ജയിലിലോ? ആ ജയിലില്ല. ഞാൻ നിന്നോട് ഫോണിൽ കൂടെ പറയാതിരുന്ന ഭാമേ. അവളുടെ അച്ഛനെ പോലീസ് കൊണ്ടുപോയി. എന്ത് ചെയ്യാനാ, മരവിപ്പിച്ച് വെച്ചേക്കോ അക്കൗണ്ടെല്ലാം. അതുകൊണ്ട് ഉടനെ പൈസ ഒന്നും എടുക്കാൻ പറ്റില്ല. അയാൾ വെളിയിൽ വന്നാലേ പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് വലിയ കഷ്ടമായി പോയല്ലോ ചന്ദ്രേ. പാവം, നമ്മൾ ശ്രുതിനെ ഒരുപാട് സംശയിച്ചില്ലേ. ഞാനും ഒരുപാട് ആ കുട്ടീനെ സംശയിച്ചു. പിന്നെ കുറേ സ്വത്തുക്കളുണ്ടെന്നാ പറഞ്ഞത്. അതെല്ലാം ശ്രുതിയുടെ പേര് തന്നെ എഴുതി വെക്കുന്ന ഇളയച്ചൻ പറഞ്ഞത്. അപ്പൊ ഇളയച്ചൻ വന്നായിരുന്നോ? ആ, ഇളയച്ചൻ വന്നായിരുന്നു ഭാമ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് പറയാം. അപ്പം ഭാമ ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങനെയായി? വർഷയും ശ്രീകാന്തും ഉടനെ കാണാൻ വരുമോ? ഓ, അതിപ്പം പറയാതിരിക്കുന്ന ഭേദം. എന്ത് ചെയ്യാനാ, എനിക്കറിയില്ല. വർഷ വന്നില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാകും. വർഷയും ശ്രീകാന്തും ഒരിടത്തല്ല താമസിക്കുന്നതെന്ന്. അവർ 2 ഇടത്താണ് താമസിക്കുന്നത്. വർഷയുടെ വീട്ടിലും ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലും. എങ്ങനെയാ അവരുടെ ജീവിതം എന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ എടി ചന്ദ്രേ, അത് പണിയാവും കേട്ടോ. കാരണം അവൾ അവളുടെ വീട്ടിൽ താമസിച്ച് സുഖം പറ്റിപ്പോയി കഴിഞ്ഞാൽ, മാത്രമല്ല അവളുടെ വീട്ടുകാർ വേറെ വിവാഹം എങ്ങാനും ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വല്ലതും അറിയുമോ? എൻ്റെ പൊന്നു ഭാമേ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ആകപ്പാടെ തകർന്നിരിക്കുക. ചങ്ക് നിറയെ തീയ കനല. നീ അത് ചുമ്മാ കൂട്ടി കത്തിക്കരുത് കേട്ടോ. അല്ല, ഇങ്ങനെ ഉള്ള കാര്യമല്ലേ ചന്ദ്രയെ പറഞ്ഞതെന്ന് നമ്മുടെ ഭാമ. അങ്ങനെ ചന്ദ്ര ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയെ നേരെ അമ്പലത്തിലേക്ക് എത്തി. അങ്ങനെ പിച്ച എടുക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങാണ്. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, നീ എങ്ങോട്ടായി പോകുന്നത്? ഈ ഡ്രസ്സ് ഇട്ടോണ്ടാണോ നീ പിച്ച എടുക്കാൻ പോകുന്നത്? കിട്ടിയത് തന്നെ. എല്ലാം കിട്ടും നിനക്ക്. എടാ, സ്വാമിജി പറഞ്ഞില്ലേ മുഷിഞ്ഞ വേഷം ഇടണമെന്ന്, ഇന്നാ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് നാറിയ മുഷിഞ്ഞ വേഷം കൊടുക്കുക. തട്ടത്തൊക്കി കൊണ്ടുവന്നപ്പം തന്നെ നമ്മുടെ ശ്രുതി, അയ്യോ ഇതിന് ഭയങ്കര നാറ്റമാണല്ലോടാ എന്ന് പറഞ്ഞ് മൂക്ക് കുത്തി പിടിച്ചു. അപ്പം പറഞ്ഞു, ഈ നാറ്റമൊക്കെ സഹിക്കണം. നീ ഇനി പിച്ചെടുക്കാൻ പോകുന്നതേ ആയിരിക്കുന്നവരുടെ കൂടെയാ. അയ്യേ, ഈ പിച്ചക്കാരുടെ കൂടെയോ? എടാ, പിച്ചക്കാരുടെ കൂടെ അല്ലാതെ നീ പിന്നെ ആരുടെ കൂടെയാടാ പിച്ച എടുക്കാൻ പോകുന്നത്? ഉദ്യോഗസ്ഥന്മാരുടെ കൂടെയോ? എന്തുവാടാ ഈ പറയുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് കാര്യങ്ങളൊക്കെ നടക്കണോ, ആഗ്രഹങ്ങളൊക്കെ നേടണോ, എങ്കിൽ പോയി നീ പിച്ച എടുക്കാൻ പറയാം. ഏതായാലും ഒരു തരത്തിൽ നമ്മുടെ ശ്രുതി ആ വേഷമൊക്കെ എടുത്തിട്ടു. അപ്പോഴത്തേക്കും പറഞ്ഞു, ഇപ്പോൾ ഒരു പിച്ചക്കാരൻ്റെ ലുക്കില്ലടാ നിനക്ക്, നിന്നെ കണ്ട ശ്രുതിയാണെന്ന് തന്നെ പറയത്തുള്ളൂ. ഒരു കാര്യം കുറച്ച് ചെളിയും കരിയൊക്കെ വാരി തൂക്കാന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന കരിയും ചെളിയും എല്ലാം കൂടെ വാരി അങ്ങ് വാരി തൂത്ത് നമ്മുടെ ശ്രുതിനെ കുളമാക്കി എടുത്തുട്ടോ ആ കൂട്ടുകാരൻ. ഏതായാലും ശ്രുതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചക്കാരൻ തോറ്റുപോകുന്ന വേഷത്തിലാണ് നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുന്നത്. ഏതായാലും ശ്രുതി അവന്മാരുടെ കൂടെ ചെന്നിരുന്നു. ഏതായാലും ഈ സമയത്ത് കൂട്ടുകാരൻ പോയിട്ടോ, ഞാൻ വരാം, എനിക്ക് കുറച്ച് പലിശ പിരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പോയി.
അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പിച്ചക്കാരൻ എന്ത് ചെയ്തു, പ്രശ്നം ഉണ്ടാക്കുക. അയ്യോ, ഞാൻ എൻ്റെ അടുത്ത് ഇരുത്തത്തില്ല, എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂണിയനിൽ ചേരണം, നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് യൂണിയനോ, പിച്ചക്കാർക്കും ഉണ്ടോ യൂണിയൻ? ആ, ഞങ്ങൾക്കും ഉണ്ട് യൂണിയൻ. അതെ എൻ്റെ പൊന്നു മാഷെ, ഞാൻ ഒരു ദിവസം ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ സത്യത്തിൽ പിച്ചക്കാരനല്ല, എൻ്റെ ഒരു നേർച്ചയാ. നേർച്ചയോ എന്ന് പറഞ്ഞ അവന്മാരെല്ലാവരും ഓരോ ഒറ്റ ചിരി ചിരിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുധി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? നേർച്ചയ്ക്ക് വേണ്ടി പിച്ചക്കാരനാണെന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. ആ, ഏതായാലും ഒരു കാര്യം ചെയ്യും, ഒരു ദിവസമല്ലേ ഇവിടെ ഇരുന്നോളാൻ പറയാം. അങ്ങനെ പോകുന്നവരുടെയും വരുന്നവരുടെയും മുമ്പിൽ നമ്മുടെ സുധി അയ്യോ തായേ വല്ലോം തരണേ ഒന്നുമില്ലാത്തവനാണേ എന്നും പറഞ്ഞ് കാറാൻ തുടങ്ങി. ഒച്ച കുറവായത് കൊണ്ട് തന്നെ അവിടെ ഉള്ളവർ എക്സ്പീരിയൻസ് അവരോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് യാചിച്ചാൽ പോരാ, ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് വിളിക്കണമെന്ന്. സുധി എന്ത് ചെയ്തു? ഏതായാലും ഇനിയിപ്പോൾ അങ്ങനെ വിളിക്കാതിരുന്നിട്ട് തനിക്ക് ജോലി കിട്ടാതിരിക്കേണ്ടെന്ന് ഓർത്ത് തന്നെ അയ്യോ തായേ വല്ലോം തരണേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു കൂവി. അങ്ങനെ ഒരാൾ ആദ്യമായിട്ട് 1 രൂപ കൊണ്ടിടുകയാണ്. ആ 1 രൂപയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിച്ചക്കാരൻ അടുത്തിരിക്കുന്ന ആൾ ചോദിക്കല്ല, 1 രൂപ കണ്ടിട്ടില്ലേ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഈ 1 രൂപ കണ്ടിട്ട് ഇതുപോലെ ആർത്തിയോടെ നോക്കേണ്ട കാര്യമുണ്ടോ എന്നും പറഞ്ഞ് പിച്ചക്കാരൻ്റെ അടുത്തിരുന്ന് 1 രൂപ എടുത്ത് പിച്ചക്കാരന് ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഏതായാലും ഈ പിച്ചക്കാരൻ നമ്മുടെ സുധിയുടെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സുധിക്ക് ഭയങ്കര വിശപ്പ്, സഹിക്കാൻ പറ്റുന്നില്ല വിശപ്പ്, അതുപോലെ വിശപ്പ്. വിശന്നപ്പോഴത്തേക്കും പറഞ്ഞ് ഇത് എവിടെ നിന്നാണ് ഭക്ഷണം മേടിക്കുന്നത്, കട എവിടെയാന്ന് ചോദിച്ചപ്പോൾ അതോ ഞാനിപ്പോൾ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് തൊട്ടടുത്തിരുന്ന പിച്ചക്കാരൻ ഒരു വലിയ ഫോണൊക്കെ എടുത്തുട്ടോ. ഫോണോ? നിങ്ങൾക്ക് ഫോണൊക്കെ ഉണ്ടോ? പിന്നില്ലാതെ, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചതാ, എനിക്കൊരു ദിവസം 10,000-2,000 രൂപ വരുമാനം ഉണ്ടെന്ന്. പിച്ചക്കാരനായ നിങ്ങൾക്ക് 2,000 രൂപ വരുമാനമോ? ആ, 2,000 രൂപ വരുമാനമുണ്ട്. എൻ്റെ ഈശ്വര, ഞാൻ പഠിച്ചതൊക്കെ വെറുതെ ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി. അങ്ങനെ ആ പിച്ചക്കാരൻ ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു കേട്ടോ. ഓർഡർ ചെയ്ത് ബിരിയാണി വിളിച്ച് ഓർഡർ ചെയ്ത സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ് ബിരിയാണി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ സുധിയുടെ കൂട്ടുകാരൻ വിളിക്കുന്നത്. അപ്പം നീ എന്തെടുക്കാന്ന് ചോദിച്ചപ്പം സുധി പറഞ്ഞ് ഇനി ആഹാരം കഴിക്കാൻ പോകുന്നത്. അപ്പോഴാണ് കൂട്ടുകാരൻ പറഞ്ഞത്, ചേട്ടാ പൊട്ടാ, നിന്നോടല്ലേടാ സ്വാമിജി പറഞ്ഞത് ആഹാരം കഴിക്കരുതെന്ന്, ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഗുണമില്ലാതെ പോകുമല്ലോ എന്ന്. ഇത് കേട്ടപ്പം കൈയിട്ടതായിരുന്നു ബിരിയാണിയിൽ, പിന്നെ കഴിക്കാൻ തോന്നിയില്ല, മറ്റേ പിച്ചക്കാരന് തന്നെ കൊടുത്തു. അങ്ങനെ ആ പിച്ചക്കാരൻ 2 ബിരിയാണി കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് വീണ്ടും പിച്ച എടുക്കാൻ പോവാം, അമ്മേ വല്ലോം തരണേ എന്നൊക്കെ പറഞ്ഞ് പിച്ച എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വരുന്നത്. എവിടെ നിന്ന്? നമ്മുടെ ചന്ദ്രോദയത്തിൽ നിന്ന്. അത് നമ്മുടെ സുധി പിച്ച എടുക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും ചേല്? അതും വേറെ ആരുമല്ല വരുന്നത്, നമ്മുടെ രേവതി. പതുക്കെ അമ്പലത്തിലൊക്കെ തൊഴുത് അകത്തേക്കൊക്കെ കയറുന്നു. നമ്മുടെ സുധി അവിടെ ഇരുന്ന് പിച്ച എടുക്കുന്നു. സുധി കാണുന്നു. എൻ്റെ ഈശ്വര, ഞെട്ടിപ്പോയില്ലേ നമ്മുടെ സുധി. പെട്ടെന്ന് തന്നെ തോർത്തെടുത്ത് തല വഴിയൊക്കെ അങ്ങ് പുതച്ചിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ രേവതി കാണുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നാളത്തെ വിശേഷത്തിൽ അറിയാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. മറ്റന്നാളത്തെ വിശേഷത്തിൽ അറിയാം കേട്ടോ, നമുക്ക് രേവതി കാണുമോ, എന്തായിരിക്കും ബാക്കി സംഭവിക്കാൻ പോകുന്നതൊക്കെ എന്നൊക്കെ. അപ്പം അതൊക്കെ ചെറിയ സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ. അപ്പം ഇന്നത്തെ വിശേഷം ഞാൻ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കയറി കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണല്ലോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആദ്യം നമ്മുടെ ആ കഥ തന്നെ കാണണം കേട്ടോ. അപ്പം നിങ്ങൾ ഇനി റെഗുലറായിട്ട് കാണുന്നവരുടെ കാര്യം ഞാൻ പറയുകയാണെ, നിങ്ങൾ രാവിലെ ഇടുന്ന കഥ കാണണം. അതിൻ്റെ ബാലൻസ് ആണ്, അതായത് ഇന്നത്തെ കഥയാണ് രാവിലെ ഞാൻ ഫുൾ വിശേഷമാണ് ഡയലോഗ് സഹിതം ഇട്ടേക്കുന്നത്. അപ്പം അത് കണ്ടവർക്ക് മാത്രമേ ഇപ്പം ഞാൻ പറഞ്ഞ കഥ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇത് നാളെ വരാൻ പോകുന്ന കഥയാണല്ലോ. അപ്പം ഇതിൻ്റെ ബാലൻസ് കഥ ഞാൻ നാളെ ഒരു ഉച്ചയ്ക്ക് പറയുന്നതായിരിക്കും. ഫുൾ വിശേഷം രാവിലെയും പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. കഴിഞ്ഞ ദിവസമൊന്നും നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ലായിരുന്നു. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഞാൻ ഇടാതിരുന്നത്. പിന്നെ സൺഡേ ഇടുന്നതല്ലായിരുന്നു, പിന്നെ ശനിയാഴ്ച മാത്രമേ ഇടാതിരുന്നതെന്ന് തോന്നുന്നല്ലേ. സൺഡേ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇടുന്നതല്ലല്ലോ, സൺഡേ ഞാൻ ലീവ് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് കാണാം. അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു ലൈക്ക് അടിക്കാതെ പോകില്ല, ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം. അതുപോലെ തന്നെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കുറേ കമൻറ്റ് വരുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ ഇടുന്നതെന്ന് എനിക്കറിയാം. പിന്നെ അതിൽ നമ്മുടെ ഈ പറയുമ്പോഴൊക്കെ പല വാക്കുകളും കിട്ടാതെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. കാരണം നമ്മളൊക്കെ ഇപ്പം നമ്മൾ കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ പല വാക്കുകളും ചിലപ്പം തെറ്റിപ്പോൾ നമുക്ക് ഈ ഒരു അച്ചടി ഭാഷയിലൊന്നും എഴുതാൻ പറ്റില്ലല്ലോ.
ഈ ഭായ്ക്ക് തന്നെ ഭായുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ മാറിപ്പോയെന്നിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.